നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, ഇതൊന്നും കേട്ട് തളർന്ന് നീ കണ്ണീരൊഴുക്കി നിൽക്കരുത്. നാക്കിന് ലൈസൻസ് ഇല്ലാത്തവള് എന്ത് തോന്നിയാസം വേണമെങ്കിലും പറഞ്ഞോട്ടെ. മോളി സ്വർണം കൊണ്ടുപോയി കുട്ടിയുടെ കാര്യം നോക്ക്. വേണ്ടമ്മേ, ശാപദോഷം പിടിച്ചവളാ ഞാൻ. എന്റെ അച്ഛനും അച്ഛമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും അവർ തന്നേനെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളില് ആവശ്യമില്ല എങ്കിലും ചില കാര്യങ്ങളൊക്കെ ഓർത്തു പോകുന്ന രാജീവ് വിൽപത്ര പ്രകാരം വന്ദനയ്ക്ക് നൽകിയ അധികാരം വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോ പണത്തിന് വല്ല പഞ്ഞും ഉണ്ടാകുമായിരുന്നോ? പണത്തിന് പഞ്ഞുണ്ടാവില്ലായിരുന്നു. പക്ഷെ ചികിത്സയുടെ കാര്യമെടുത്ത് വേവലാതിപ്പെടാൻ ദേമോൾ ഇവിടെ ഉണ്ടാവുമായിരുന്നോ? രാഗിയും സാഗറും കൂടി എന്റെ മോളെ കൊന്നിനെ. അങ്ങനെ ചിന്തിക്കുമ്പോ നീ ചെയ്തത് പുണ്യമാണ് മോളെ. ദിയമോളെ പോലെ ഒരു കുഞ്ഞ് എന്നും ജീവിച്ചിരിക്കണം. അത് പുണ്യത്തിന് മേലെയുള്ള പുണ്യമാ. അത്തരം പുണ്യങ്ങൾക്കാണമ്മേ ദൈവത്തിന്റെ മുന്നിൽ സ്ഥാനം. ദൈവം കണക്ക് പുസ്തകത്തിൽ അത് കുറിച്ചിട്ടിട്ടുണ്ടാവും. ക്ഷേത്രത്തിൽ വെച്ച് ഒരു സ്ത്രീയല്ലേ നിന്നോട് ഡോക്ടറുടെ കാര്യം പറഞ്ഞത്? ആ സ്ത്രീയെ ദേവി തന്നെ അയച്ചതാണെന്നല്ലേ നീ പറഞ്ഞത്? അത് സത്യാണ് മോളെ. അതുപോലെ ദേമോളുടെ ചികിത്സ നടക്കാനുള്ള ഒരു കാര്യം ദേവി എന്റെ മനസ്സിലും തോന്നിപ്പിച്ചിട്ടുണ്ട്. എല്ലാം മംഗളമായി നടക്കും. നീ വാ മോളെ. എങ്ങോട്ടാ അമ്മേ? ദൈവം നിശ്ചയിച്ച വഴിയിലേക്ക്. നീ വാ വാ. എന്റെ മക്കൾ ഇങ്ങോട്ട് വാ. വാ. പതുക്കെ. മുത്തശ്ശി, എന്റെ മോൾക്ക് നല്ല കാലം തെളിയാൻ പോവാ. ഭുജമ്മ സുഹൃതം. ഇനി വാ വാ. എന്റെ മക്കൾ ഇങ്ങോട്ട്. ഓ എനിക്ക് വയ്യേ. നമുക്കേ ഓറഞ്ച് തിന്നാലോ? എന്തിനാ അമ്മ ഇപ്പൊ ഇതൊക്കെ എടുക്കുന്നേ? ഇത് പണയം വെക്കോ വിൽക്കോ മറ്റോ ചെയ്താ ദേമോളുടെ ചികിത്സാ ചെലവിനുള്ള പണം കിട്ടുമല്ലോ. മോൾ ഇത് വെച്ചോ. വേണ്ടമ്മേ, ഇതൊന്നും വേണ്ട. മാല അമ്മയുടെ കയ്യിൽ സൂക്ഷിച്ചാ മതി. ഇത്രയും വിലപിടിപ്പുള്ള മാല കാഴ്ചവസ്തുവായി വെറുതെ സൂക്ഷിച്ചിട്ട് എന്താ കാര്യം? പണവും സ്വർണവും ഒക്കെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ലേ? ശരി തന്നെ. ഈ മാലയായിട്ട് അമ്മയ്ക്കുള്ള ആത്മബന്ധം എനിക്കറിയാം. ഇത് കൂടെ കൂടെ എടുത്തു നോക്കി എന്റെ അമ്മ ചിരിക്കുന്നതും സങ്കടം ഉള്ളിൽ ഒതുക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാ. അമ്മയെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് അച്ഛന്റെ സമ്പാദ്യത്തിൽ നിന്ന് ആദ്യം വാങ്ങിക്കൊണ്ടു തന്ന മാല ഇത്. ഇതിൽ അച്ഛന്റെ വേർപ്പിന്റെ മണമുണ്ട്. മനസ്സ് വല്ലാതെ നോവുമ്പോ ഇത് എടുത്തു നോക്കി അമ്മ ആശ്വസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പാടില്ലമ്മേ. അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒന്നും വേണ്ട മോളെ. നിന്റെ അത്യാവശ്യം നടക്കട്ടെ.
ആഹാ, ആ കൊള്ളാം. ആ, ആരുമില്ലാത്ത നേരത്ത് വീട്ടിലെ സ്വർണ്ണം എല്ലായിടത്തും ദാനം ചെയ്യുന്നു. ഹ, അതും കാലും കടച്ചാണിയില്ലാത്ത ഒരു അനാഥ കൊച്ചിനെ ചികിത്സിക്കാൻ. അത് നടക്കില്ല. നിർത്തടി. നിന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചോ? ക്ഷണിക്കണ്ട. ഈ വീട്ടില് വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാ അതിന്റെ മനസ്സെന്നെ അറിയിച്ചിരിക്കും. ഹ, അനാഥ കുട്ടിക്ക് വാരിക്കോരി ദാനം ചെയ്യാനേ ഇതെന്നാ ധർമ്മശാലയാണോ? തേ, അനാഥക്കുട്ടി എന്ന വാക്കിനി നീ ഇവിടെ പറഞ്ഞു പോകരുത്. ദിയമോൾ ഈ വീട്ടിലെ കുട്ടിയാ. മനസ്സിലായി. ഞാൻ വേറെ വീട്ടിലാണല്ലോ കഴിയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കുട്ടി അല്ലാന്നായിരിക്കും. ഇല്ലാത്ത അർത്ഥങ്ങളൊക്കെ മെനഞ്ഞെടുത്ത് വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ നീ? ആണെങ്കിൽ ആളൊന്ന് കൂട്ടിക്കോ. വീട്ടിൽ പൊതുവകയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവേ അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല. ചേച്ചി, സ്വർണം വേണമെന്നൊന്നും അമ്മയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് അമ്മ തീരുമാനിച്ചത് അമ്മയുടെ നല്ല മനസ്സുകൊണ്ടാ. അതിന് തടസ്സം നിൽക്കുന്നതൊന്നും അത്ര ശരിയായ കാര്യമല്ല. ആഹാ, എന്നെ ഉപദേശിക്കാൻ നിനക്ക് എന്താണ് ഈ യോഗ്യത? നാട്ടിലെല്ലാവരും പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്നുണ്ട് വന്ദനയുടെ ഗുണഗണങ്ങള്. എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് നീ. അമ്മേ, ചേച്ചി തല്ലിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വസന്തയെ ഭീഷണിപ്പെടുത്തിയോ തല്ലി ഓടിക്കാവുന്നോ ആരും കരുതയും വേണ്ട. ഈ സ്വർണവോ മറ്റേതെങ്കിലും സ്വർണവോ കുട്ടിയുടെ ചികിത്സക്കായിട്ട് കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അതോടെ അവസാനിച്ചിരിക്കും. വന്ദനയ്ക്കും വർഷയ്ക്കും ഒക്കെ ആവശ്യത്തെ കൂടുതൽ സ്വർണം കൊടുത്തു കഴിഞ്ഞു. വെറും നക്കാപ്പിച്ച തന്ന് ബാധ്യത തീർത്ത് പുറംകാലിന് പുറത്താക്കിയതല്ലേ എന്നെ. ഇനി ഇവിടുത്തെ സ്വർണമെല്ലാം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ. എനിക്ക് 2 പെൺമക്കളാ ഉള്ളത്. ആയിക്കോട്ടെ, എനിക്കിനി സ്വർണ്ണമൊന്നും വേണ്ട. കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേറെ വല്ല വഴിയും നോക്കിക്കോളാം. വേറെ നോക്കാൻ വഴിയുണ്ടല്ലോ. എന്തായാലും നിനക്കിപ്പോ ലൈസൻസ് കിട്ടിയല്ലോ. ഇനി ഒരുങ്ങി കിട്ടിയങ്ങ് ഇറങ്ങിയാ മതി. പണമൊക്കെ തനിയെ ഉണ്ടായിക്കോളും. വസന്തേ, നീ മലർന്നു കിടന്നാണ് തുപ്പുന്നതെന്ന് ഓർക്കണം. വന്ദന നിന്റെ കൂടെപ്പിറപ്പാ. എന്റെ മക്കളിൽ ആര് നശിച്ചാലും ഇവള് നശിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മോളെ, ഇതൊന്നും കേട്ട് തളർന്ന് നീ കണ്ണീരൊഴുക്കി നിൽക്കരുത്. നാക്കിന് ലൈസൻസ് ഇല്ലാത്തവള് എന്ത് തോന്നിയാസം വേണമെങ്കിലും പറഞ്ഞോട്ടെ. മോളി സ്വർണം കൊണ്ടുപോയി കുട്ടിയുടെ കാര്യം നോക്ക്. വേണ്ടമ്മേ, ശാപദോഷം പിടിച്ചവളാ ഞാൻ. ചേച്ചി കണ്ണു വെച്ചിരിക്കുന്ന ഈ സ്വർണം വാങ്ങി ചേച്ചിയുടെ ശാപം കൂടി തലയിലേറ്റാൻ എനിക്ക് ശക്തിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.